കഥ സ്വർണ്ണപ്പല്ല്. എഴുതിയത് അനീഷ് ഫ്രാൻസിസ്. ഒരു പനി പിടിച്ച കെട്ടിടം. ആ കെട്ടിടം കണ്ടപ്പോൾ ജോത്സ്നയ്ക്ക് ആദ്യം തോന്നിയത് അങ്ങനെയാണ്. സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ മാറത്തടക്കി പിടിച്ച് ആ കെട്ടിടത്തിൻ്റെ മുൻപിലേക്ക് നടക്കുമ്പോൾ അവൾ ഉള്ളിലെ ആശങ്കകൾ തുടച്ചു കളയാൻ ശ്രമിച്ചു. ഈ മഹാനഗരത്തിൽ തിരക്കു കുറഞ്ഞ ഇടങ്ങളുണ്ടെന്ന് ജോത്സ്നയ്ക്ക് അറിയാമായിരുന്നെങ്കിലും ഇത്രയും നിശബ്ദമായ ഒരിടം അവൾ ആദ്യമായാണ് വരുന്നത്. പ്രധാന വീതിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാവുന്ന വഴി. ഇരുവശത്തും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട വിവാഹ മന്ദിരങ്ങൾ, ഫ്ലാറ്റുകൾ, ഓഫീസുകൾ. ചില സ്ഥലങ്ങളിൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് അവളെ അവിടം വരെ കൊണ്ടുവിട്ട ഓട്ടോക്കാരൻ പറഞ്ഞു. സിറ്റിയിലെ മുടിഞ്ഞ റെന്റ് താങ്ങാൻ പറ്റാത്തവർ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നു. ഇവിടം കണ്ടാൽ ആരുമില്ലാത്ത സ്ഥലമാണെന്ന് തോന്നും, പക്ഷേ ഇവിടെ ആളുകളുണ്ട്, അയാൾ പറഞ്ഞു. വഴി അവസാനിക്കുന്നിടത്ത് ആട്ടോക്കാരൻ വണ്ടി നിർത്തി. അയാൾ അല്പം അകലെയുള്ള 5 നില കെട്ടിടം ചൂണ്ടിക്കാണിച്ചു. അതാണ് സമ്മർ ഷോപ്പിംഗ് കോംപ്ലക്സ്. അവിടെയാണ് പല്ലിൻ്റെ ഹോസ്പിറ്റൽ. ജോത്സ്ന നന്ദിപൂർവ്വം തലയാട്ടി. സിറ്റിക്കുള്ളിൽ നല്ല ആശുപത്രികൾ ഉണ്ടായിരുന്നല്ലോ, കാശു വാങ്ങുന്നതിനിടെ അയാൾ പറഞ്ഞു. അത് ഞാനിവിടെ ജോലിയുടെ ഇൻ്റർവ്യൂവിന് വന്നതാ, അവൾ പറഞ്ഞു. ഡോക്ടറാണോ? അയാൾ ചോദിച്ചു. അതെ. ആട്ടോക്കാരൻ അവളെ ബഹുമാനത്തോടെ നോക്കി. അയാൾ പോയതിനു ശേഷം അവൾ ആ കെട്ടിടത്തിനരികിലേക്ക് നടന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുമ്പിലത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയെങ്ങും അവൾ ആരെയും കണ്ടില്ല. ആർച്ച് രൂപത്തിലുള്ള പ്രധാന വാതിലിൻ്റെ മുകളിൽ ബലൂണുകളുടെ റിങ്. ഏതോ വിശേഷാവസരത്തിൽ വച്ചതാവാം. കെട്ടിടത്തിൻ്റെ പ്രതാപകാലം അനുസ്മരിപ്പിച്ചുകൊണ്ട് 2-3 ബലൂണുകൾ ഇനിയും ബാക്കിയുണ്ട്. കാലപ്പഴക്കം കൊണ്ട് അവയുടെ ചുവപ്പ് നിറം കറുപ്പായെന്നു മാത്രം. 1-ാം നിലയിലെ കടകളെല്ലാം അടഞ്ഞു കിടന്നു. സമചതുരാകൃതിയിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തിന് ചുറ്റുമായാണ് കെട്ടിടം പണിതിരിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. സ്റ്റെയർ കേസിനോട് ചേർന്നുള്ള ഭിത്തിയിൽ മുകളിലത്തെ നിലകളിലെ ഓഫീസുകളുടെയും കടകളുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. 2-ാം നിലയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ജോത്സ്ന ചുറ്റും നോക്കി. ഒഴിഞ്ഞ ചത്തുരത്തിൽ പ്രാവുകൾ ചിക്കി നടക്കുന്നു. ഒരു കടയുടെ വാതിൽ അല്പം മാത്രം തുറന്നു കിടക്കുന്നു. ഒന്ന് സംശയിച്ചു നിന്നതിനു ശേഷം ജോത്സ്ന അങ്ങോട്ട് ചെന്നു. വാതിലിൻ്റെ ചെറിയ ഗ്യാപ്പിലൂടെ അവൾ അകത്തേക്ക് നോക്കി. ഗ്ലാസ് പാനൽ ചെയ്ത ഒരു ഹാൾ. അതിനുള്ളിൽ നിറയെ മുഖംമൂടികൾ കൂട്ടിയിട്ടിരിക്കുന്നു. പലതരത്തിലുള്ള മുഖംമൂടികൾ, പല നിറത്തിൽ, പല വലിപ്പത്തിൽ. അകത്ത് മറ്റാരും ഇല്ല. ഏറെ നാളായി ആരും അതിനുള്ളിൽ കയറിയിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. മുഖംമൂടികളുടെ ആ കൂമ്പാരത്തിന് മുകളിലിരുന്ന് ഒരു പ്രാവ് ചിറക് മിനുക്കുന്നു. അല്പനേരം അത് നോക്കി നിന്നതിനു ശേഷം ജോത്സ്ന 2-ാം നിലയിലേക്ക് നടന്നു. 2-ാം നിലയിലെ എല്ലാ മുറികളും അടഞ്ഞാണ് കിടക്കുന്നത്, ഒന്നൊഴികെ. ഗോൾഡൻ ഡെന്റൽ സർവീസസ്. സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയ ബോർഡ്. മൊബൈൽ തുറന്ന് തനിക്ക് മെയിലിൽ വന്ന ഇൻ്റർവ്യൂ കാർഡിലെ പേര് അതുതന്നെയാണെന്ന് ജോത്സ്ന ഉറപ്പുവരുത്തി. അടഞ്ഞുകിടന്ന ഷട്ടറുകൾക്ക് മുൻപിലൂടെ അവൾ അങ്ങോട്ട് നടന്നു. ഡെന്റൽ ക്ലിനിക്കിൻ്റെ ചില്ലുവാതിലിന് മുന്നിൽ 2 ജോഡി ചെരുപ്പുകൾ കിടപ്പുണ്ട്. ഭാഗ്യം, അകത്ത് ആളുകളുണ്ട്. റിസപ്ഷനിൽ വെളുത്ത യൂണിഫോം ധരിച്ച ഒരു നഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് 10-60 വയസ്സിന് മുകളിൽ പ്രായം തോന്നിച്ചു. കൂർത്ത മുഖം, നരച്ച കൺപുരികങ്ങൾ. അവർ റിസപ്ഷനിലെ ടേബിളിന് മുകളിൽ വച്ചിരുന്ന ഫ്ലവർ വേസിലെ പൂക്കൾ മാറ്റുകയായിരുന്നു. ജോത്സ്ന അടുത്തേക്ക് വന്നതും അവർ മുഖമുയർത്തി. ഇനി ഇതൊക്കെ നിന്റെ ജോലിയാണ്, അവർ ജോത്സ്നയോട് പറഞ്ഞു. ജോത്സ്ന അമ്പരന്നു. ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നതാണ്, ജോത്സ്ന പറഞ്ഞു.
ശബ്ദത്തിൽ നീരസം കലരാതിരിക്കാൻ അവൾ ശ്രമിച്ചു. അറിയാം ജോത്സന, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, അവർ പറഞ്ഞു. ജോത്സന എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കി. നഴ്സിന്റെ പെരുമാറ്റം കടുത്ത അനിഷ്ടമുണ്ടാക്കിയെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. സാധാരണ ഡെന്റൽ ക്ലിനിക്കുകളിൽ കാണുന്ന ഒരു റിസപ്ഷൻ ഹാൾ അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രോഗികൾക്കിരിക്കാൻ സോഫകളും വായിക്കാൻ മാസികകളും ടിവിയും ഒന്നുമില്ല. ആകെയുള്ള അലങ്കാരം ഒരു പെയിന്റിംഗ് മാത്രമാണ്, ഒരു സ്വർണ്ണ പല്ലിൻ്റെ ഭീമാകാരൻ പെയിന്റിംഗ്. പെട്ടെന്ന് ഡോക്ടറുടെ ക്യാബിനിൽ നിന്ന് ബെൽ മുഴങ്ങി. അകത്തേക്ക് പോകുന്നതിനു മുമ്പ് നഴ്സ് ജോത്സനയെ ആകെയൊന്ന് ചുഴിഞ്ഞു നോക്കി. ഞങ്ങളുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജോലി ചെയ്യാൻ നിനക്ക് സമ്മതമാണോ? അവർ ചോദിച്ചു. അത് വ്യവസ്ഥകൾ അറിയാതെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടല്ല ആരും ജനിക്കുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ പലരും ജനിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ജോലിയും, അവർ പറഞ്ഞു. എനിക്ക് ജോലി അത്യാവശ്യമാണ്, പക്ഷേ എന്ന വാക്ക് ഇവിടെ ഉച്ചരിക്കരുത്. അതിന് പഴന്തുണിയുടെ വില പോലും ഞങ്ങൾ കൊടുക്കുന്നില്ല, നഴ്സ് പറഞ്ഞു. ജോത്സനയുടെ മുഖം കുനിഞ്ഞു. അകത്തുനിന്ന് വീണ്ടും മണി മുഴങ്ങി. നഴ്സ് അകത്തേക്ക് പോയപ്പോൾ അവളുടെ നോട്ടം വീണ്ടും ഭിത്തിയിലെ ആ വലിയ പെയിന്റിങ്ങിലെത്തി. തീവ്രമായ മഞ്ഞ നിറത്തിൽ ചെയ്ത പെയിന്റിങ്. ആ സ്വർണ്ണപ്പല്ല് തന്നെ തുറിച്ചു നോക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. നിന്നെ ജോലിക്കെടുത്തു, ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്ന നഴ്സ് അവളോട് പറഞ്ഞു. അപ്പോൾ ഇന്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, കണ്ടീഷൻസ്? അവൾ അമ്പരപ്പോടെ ചോദിച്ചു. മര്യാദയ്ക്ക് ജോലി ചെയ്തില്ലെങ്കിൽ നീ മരിക്കും, അത്രയേ ഉള്ളൂ കണ്ടീഷൻ. റിസപ്ഷൻ ടേബിളിലെ ചെടിയിൽ നിന്ന് വാടിയ ഒരില അടർത്തി കളയുന്നതിനിടയിൽ അവർ പറഞ്ഞു. ജോത്സനയുടെ മുഖം വിളറി വെളുത്തു. അകത്തുനിന്ന് വീണ്ടും ബെൽ മുഴങ്ങി. ഈ ചെടിക്ക് വെള്ളമൊഴിക്ക്, ജോത്സനയോട് നിർദ്ദേശിച്ചതിനു ശേഷം അവർ വീണ്ടും ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി. അവൾക്ക് കടുത്ത ദേഷ്യം തോന്നി. മതിയാക്കി തിരിച്ചു പോകാം, അങ്ങനെ വിചാരിച്ച് ജോത്സന നേരെ വാതിൽക്കലേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. അല്പനേരം ആലോചിച്ചു നിന്നതിനു ശേഷം അവൾ വാടിയ മുഖത്തോടെ റിസപ്ഷനിലേക്ക് തിരിച്ചു നടന്നു. റിസപ്ഷൻ ഡെസ്കിന്റെ പുറകിൽ ഒരു വാതിൽ. ഒന്ന് മടിച്ചു നിന്നതിനു ശേഷം അവൾ അത് തുറന്ന് അകത്തു കയറി. ഒരു കിച്ചൺ ക്യാബിൻ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ ടേബിൾ. അവൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുവന്ന് റിസപ്ഷൻ ഡെസ്കിന്റെ മുകളിൽ വച്ചിരുന്ന ചെടിയുടെ ചുവട്ടിൽ വെള്ളമൊഴിച്ചു. അപ്പോഴേക്കും ഡോക്ടറുടെ ക്യാബിൻ തുറന്ന് നഴ്സ് പുറത്തേക്ക് വന്നു. ഡോക്ടർ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, അവർ പറഞ്ഞു. അതിനുശേഷം അവർ റിസപ്ഷൻ ടേബിളിന്റെ പിറകിലെ അലമാരയിൽ എന്തോ തിരഞ്ഞു. അല്പനേരം തിരഞ്ഞിട്ട് അവർ ഒരു വെളുത്ത പ്ലാസ്റ്റിക് കവർ അവൾക്ക് നേരെ നീട്ടി. അകത്തേക്ക് പോകുമ്പോൾ ഇതും കൊണ്ടുപോയിക്കോ, അവൾ പറഞ്ഞു. ജോത്സന ആ കവറുമായി ഡോക്ടറുടെ റൂമിലേക്ക് കയറി. മഞ്ഞ നിറമുള്ള തറയാണ്. അകത്ത് കയറിയയുടൻ ജോത്സനയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ ചവിട്ടുമ്പോൾ നല്ല മൃദുലമായി തോന്നി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തറയിൽ മുഴുവൻ വിരിച്ചിരിക്കുന്നത് പുലിത്തോലുകളാണ്. ഡെന്റൽ മെഡിസിനിൽ അവൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ ആയ ഒന്നും ആ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഗന്ധമില്ല. നീല യൂണിഫോമും മാസ്കും അണിഞ്ഞ ഡോക്ടറില്ല. എന്തിന് വാ കഴുകാനുള്ള ടാപ്പ് പോലുമില്ല. ഒരല്പം സമാനത തോന്നിച്ചത് രോഗിയെ ചാരിയിരുത്തുന്ന റിവോൾവിംഗ് ചെയറായിരുന്നു. അവിടെ അതിനു പകരം തല ഉയർത്തി വയ്ക്കാൻ സൗകര്യത്തിന് ക്രാസി നിർമ്മിച്ച ഒരു കട്ടിലായിരുന്നു. നീല പക്ഷിത്തുവലുകൾ വിരിച്ചിട്ട കട്ടിലിൽ വെളുത്ത നിറമുള്ള പൊക്കം കുറഞ്ഞ ഒരു വൃദ്ധൻ നഗ്നനായി കിടന്നുറങ്ങുന്നു. ജോത്സന, ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള ഗൗൺ ധരിച്ച മനുഷ്യൻ അവളുടെ അടുത്തേക്ക് വന്നു. നൈസ് ടു മീറ്റ് യു. ഞാനാണ് ഇവിടുത്തെ ഡെന്റൽ സർജൻ. ജോത്സന എന്നെ ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി, അയാൾ പറഞ്ഞു.
പെട്ടെന്ന് കട്ടിലിൽ കിടന്ന വൃദ്ധൻ ഒന്ന് ഞരങ്ങി. ഡോക്ടർ കട്ടിലിൽ കിടക്കുന്ന വൃദ്ധന്റെ അരികിലേക്ക് ചെന്ന് അയാളുടെ കവിളിൽ അല്പനേരം സ്പർശിച്ചു. പിന്നെ അവളുടെ അടുത്തേക്ക് തിരികെ വന്നു. ജ്യോത്സനയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ഉള്ളിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകും. കൺവെൻഷനലായുള്ള ഡെന്റൽ മെഡിസിൻ രീതികളല്ല നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ അതിനേക്കാൾ ഒരുപാട് രോഗികളുടെ ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ജ്യോത്സന പഠിച്ച കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലാവുന്നില്ല, അവൾ ചിലമ്പിച്ച സ്വരത്തിൽ പറഞ്ഞു. ജ്യോത്സന, ഇവിടെ ലഭിക്കുന്ന ബയോഡാറ്റകളിൽ ഏറ്റവും യോജിച്ച ഒരു കാൻഡിഡേറ്റിനെ മാത്രമേ ഇങ്ങോട്ട് വിളിക്കൂ. നിങ്ങളുടെ സകല വിവരവും ഞങ്ങൾക്കറിയാം. ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫ് ആയിരിക്കണം. 10 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി. പിന്നെ രോഗികളുടെ ഫീസിൽ നിന്നുള്ള കമ്മീഷൻ വേറെ. ഒരു മാസം ഏകദേശം 15 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും, ഡോക്ടർ പറഞ്ഞു. എനിക്ക് ജ്യോത്സന വിക്കി. നിങ്ങൾക്ക് ഈ ഓഫർ താല്പര്യമുണ്ടോ? അയാൾ ചോദിച്ചു. ഉവ്വ്, അവൾ മെല്ലെ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ പാലിക്കണം. 1, ഒരു വർഷത്തേക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാനോ മറ്റു ജോലികൾ തിരയാനോ പാടില്ല. 2, മുകൾ നിലകൾ സന്ദർശിക്കാൻ പാടില്ല. 3, ഈ ജോലിയെക്കുറിച്ച് മൂന്നാമതൊരാളോട് സംസാരിക്കാൻ പാടില്ല. സമ്മതമാണോ? സമ്മതമാണ്. എവിടെ കോൺട്രാക്റ്റ്? അയാൾ ചോദിച്ചു. ജ്യോത്സന നേഴ്സ് തന്ന കവർ ഡോക്ടർക്കു നൽകി. അയാൾ അത് പൊട്ടിച്ച് മുദ്രപത്രം പുറത്തെടുത്തു. ഒരു നിമിഷം ഓടിച്ചു വായിച്ചതിന് ശേഷം ഡോക്ടർ അതിൽ ഒപ്പിട്ടു. എന്നിട്ട് ജ്യോത്സനയ്ക്ക് തിരിച്ചു കൊടുത്തു. ഒപ്പിട്ടോ? ഡോക്ടർ പറഞ്ഞു. ജ്യോത്സനയുടെ ഹൃദയമിടിച്ചു. നിന്റെ ജീവിതം മാറുകയാണ്, ആരോ തൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് അവൾ കേട്ടു. അവൾ ഡോക്ടറുടെ മേശയിൽ നിന്ന് ഒപ്പിടാനായി പേനയെടുത്തു. വായിച്ചു നോക്കുന്നില്ലേ? ഡോക്ടർ ചോദിച്ചു. ഇല്ല. അത് പറയുമ്പോൾ അവൾ ഡോക്ടറുടെ മുഖത്ത് നോക്കിയില്ല. പെട്ടെന്ന് കട്ടിലിൽ കിടന്ന വൃദ്ധൻ വീണ്ടും ഞരങ്ങി. വരൂ ഡോക്ടർ ജ്യോത്സന, നമുക്ക് ജോലി തുടങ്ങാം, ഡോക്ടർ പറഞ്ഞു. അവൾ ഡോക്ടറുടെ പിന്നാലെ ആ വൃദ്ധന്റെ അരികിലേക്ക് ചെന്നു. ഡോക്ടർ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തന്നോട് രോഗിയെ പരിശോധിക്കാനുള്ള നിർദ്ദേശമാണതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വൃദ്ധന്റെ വായ് തുറന്നു. ടീസർ ഉപയോഗിച്ച് കിഴവന്റെ ദന്തനിരകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു അണപ്പല്ലിന് പൊത്തുണ്ട്, പക്ഷേ അവിടെ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് ഏതാനും നാളുകളായിട്ടുണ്ടാവും. പക്ഷേ ബാക്കി എല്ലാ പല്ലുകളും വലിയ കുഴപ്പമില്ലാത്ത സ്ഥിതിയിലാണ്. ഡോക്ടർ, ഹിസ് ടീത്ത് ഈസ് ഫൈൻ, അവൾ പറഞ്ഞു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ ടേബിളിലെ ബെല്ലിൽ വിരലമർത്തി. നേഴ്സ് അകത്തേക്ക് വന്നു. കൊണ്ടുപോര്, ഹീസ് റെഡി. ജ്യോത്സനയെ നോക്കി വിശാലമായി ചിരിച്ചതിന് ശേഷം നേഴ്സ് വീണ്ടും വെളിയിലേക്ക് പോയി. അവരുടെ ചിരി കണ്ടപ്പോൾ ജ്യോത്സനയ്ക്ക് അമ്പരപ്പ് തോന്നി. ഇത്രയും നേരം കടുപ്പിച്ച മുഖഭാവവുമായി നിന്നിരുന്ന അവരിൽ നിന്നൊരു പുഞ്ചിരി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ദാ, ഈ പല്ല് മാറ്റി ഇവിടെ പുതിയ പല്ല് പിടിപ്പിക്കണം. വൃദ്ധന്റെ തുറന്നുവച്ച വായിലെ മുൻവലിയിലെ 4ാമത്തെ പല്ലിൽ ടീസർ കൊണ്ട് തട്ടി ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആ പല്ലിന് കുഴപ്പമില്ലല്ലോ, ആശയക്കുഴപ്പത്തോടെ ജ്യോത്സന പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ജ്യോത്സനെ, പല്ലിനല്ല, ഈ മനുഷ്യനാണ് കുഴപ്പം. സാധാരണ ദന്ത ഡോക്ടർമാർ പല്ലിൻ്റെ കുഴപ്പം മാറ്റുന്നു, നമ്മൾ ഈ മനുഷ്യൻ്റെ കുഴപ്പം മാറ്റുന്നു. ടൂൾ സെറ്റിൽ നിന്ന് വെള്ളി നിറമുള്ള ഒരു ചുറ്റിക എടുക്കുന്നതിനിടയിൽ ഡോക്ടർ പറഞ്ഞു. എന്താണ് ഈ മനുഷ്യൻ്റെ കുഴപ്പമെന്ന് ജ്യോത്സനയ്ക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ചുറ്റികയുമായി പല്ല് തട്ടി നോക്കുന്ന ഡോക്ടറെ ശല്യപ്പെടുത്തണ്ട എന്ന് അവൾ വിചാരിച്ചു. ആദ്യം എല്ലാം ഒന്ന് കണ്ടുപഠിക്കാം. പെട്ടെന്ന് മുറിയിൽ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം പടർന്നു. വാതിൽ തുറന്ന് നേഴ്സ് അകത്തു വന്നു. അവരുടെ കയ്യിലെ ട്രേയിൽ നിന്നാണ് കുന്തിരിക്കത്തിൻ്റെ പുക ഉയരുന്നത്. ജ്യോത്സന, ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ പല്ല് റിമൂവ് ചെയ്യാൻ പോവുകയാണ്, പറഞ്ഞതിന് ശേഷം അയാൾ വൃദ്ധന്റെ പല്ലിൽ ചുറ്റിക കൊണ്ട് ഒന്ന് ആഞ്ഞു തട്ടി. പല്ലിൻ്റെ ഒരു ഭാഗം ഉടഞ്ഞു.
വൃദ്ധൻ്റെ ഉടൽ വിറച്ചു. പ്ലെയർ, ഡോക്ടർ പറഞ്ഞു. ജോത്സന ടൂൾ സെറ്റിൽ നിന്ന് അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു പ്ലെയർ എടുത്ത് ഡോക്ടർക്ക് നൽകി. അയാൾ അതെടുത്ത് ഉടഞ്ഞ പല്ലിൻ്റെ ബാക്കി ഭാഗം വലിച്ചു പറിച്ചു. ചോര ചീറ്റിത്തെറിച്ചു. വൃദ്ധൻ വേദന കൊണ്ട് പുളഞ്ഞു. ഡോക്ടർ ഉടനെ അയാളുടെ യൂണിഫോമിൻ്റെ ഇടത്തെ പോക്കറ്റിൽ നിന്ന് ഒരു വെള്ള തൂവാല എടുത്ത് വൃദ്ധനെ മണപ്പിച്ചു. വൃദ്ധൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അയാൾ മയങ്ങിയെന്ന് ഉറപ്പായപ്പോൾ ഡോക്ടർ നിവർന്നു. നേഴ്സ് കുന്തിരിക്കം പുകയുന്ന ട്രേ കട്ടിലിൻ്റെ അരികിലെ ടേബിളിലേക്ക് നീക്കിവച്ചു. കനലുകൾക്കിടയിൽ മഞ്ഞ നിറമുള്ള ലോഹം ഉരുകിക്കിടക്കുന്നു. സ്പൂൺ, ഡോക്ടർ പറഞ്ഞു. നേഴ്സ് ടൂൾ സെറ്റിൽ നിന്ന് സ്പൂൺ പോലിരിക്കുന്ന ഒരു ടൂൾ ഡോക്ടർക്ക് കൊടുത്തു. അയാൾ അതുകൊണ്ട് കനലുകൾക്കിടയിൽ പരന്നു കിടക്കുന്ന മഞ്ഞ ദ്രാവകം ഒന്ന് കോരി നോക്കി. പെർഫെക്റ്റ്, ഡോക്ടർ തൃപ്തിയോടെ പറഞ്ഞു. നേഴ്സ് കനലുകൾ ഒരു വുഡൻ ഫോർക്ക് കൊണ്ട് അകത്തി. ഡോക്ടർ സ്പൂണിൽ കോരിയെടുത്ത മഞ്ഞ ദ്രാവകം കനൽ മധ്യത്തിലേക്ക് തിരികെ ഒഴിച്ചു. ഉരുകിയ സ്വർണം മഞ്ഞ നിറമുള്ള കണ്ണീർ തുള്ളി പോലെ കാണപ്പെട്ടു. ഇനിയാണ് ക്രിട്ടിക്കൽ പാർട്ട്. പ്ലീസ് ഒബ്സർവ് കെയർഫുള്ളി, ഡോക്ടർ അവളോട് പറഞ്ഞു. ഉടഞ്ഞ പല്ലിൻ്റെ ആകൃതി ഒന്നുകൂടി നോക്കി ഉറപ്പിച്ച ശേഷം ഡോക്ടർ ടൂൾ സെറ്റിൽ തിരഞ്ഞു. ഓരോ പല്ലിനും സ്യൂട്ടായ ടൂൾ കണ്ടുപിടിക്കണം. ഫിൽ ചെയ്യേണ്ട ഏരിയ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസമുണ്ടാകും, ഡോക്ടർ പറഞ്ഞു. ജോത്സന ഡോക്ടർ ചെയ്യുന്നത് ശ്രദ്ധാപൂർവം നോക്കി പഠിക്കുകയായിരുന്നു. അല്പനേരം തിരഞ്ഞിട്ട് ഡോക്ടർ വേണ്ട ടൂൾ കണ്ടുപിടിച്ചു. അതിൻ്റെ അറ്റത്ത് പല്ലിൻ്റെ ആകൃതിയിൽ ഒരു അച്ച് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നേഴ്സ് പോക്കറ്റിൽ നിന്ന് ഒരു ചില്ലു കുപ്പിയെടുത്തു. നീല നിറമുള്ള ദ്രാവകം നിറച്ച ആ കുപ്പി തുറന്നപ്പോൾ മുറിയിലെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം മാഞ്ഞു. പകരം അഭൗമികമായ ഒരു ഗന്ധം മുറിയാകെ നിറഞ്ഞു. 1000 പൂന്തോട്ടങ്ങളുടെ ഗന്ധം പോലെ. ഉള്ളിൽ ദീർഘകാലം അടഞ്ഞുകിടന്ന ഒരു വാതിൽ തുറക്കപ്പെടുന്നത് ജോത്സന അറിഞ്ഞു. വിവാഹനാളിൽ മണവാട്ടി അണിയുന്ന വെളുത്ത വസ്ത്രങ്ങളും പുഷ്പകിരീടവും ധരിച്ച് താൻ ആ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നു. വെളിയിൽ കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന പുൽമൈതാനം, ദേഹം കുളിർപ്പിക്കുന്ന തണുത്ത കാറ്റ്. ആ പുൽമേടിൻ്റെ അങ്ങേ അറ്റത്ത് ആരോ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ജോത്സന, ഡോക്ടറുടെ ശബ്ദം ഒരു ഗുഹാമുഖത്ത് നിന്നെന്ന പോലെ അവൾ കേട്ടു. പെട്ടെന്ന് അവൾ ഞെട്ടി ഉണർന്നു. ഡോക്ടർ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആദ്യമായതുകൊണ്ടാണ്. ഈ മെഡിസിൻ്റെ അരോമാറ്റിക് പവർ നമ്മുടെ ഇച്ഛാശക്തിക്കും അപ്പുറത്താണ്. ഇറ്റ് ടേക്ക് ദ കൺട്രോൾ ഓഫ് മൈൻഡ്, അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ നീല നിറമുള്ള മരുന്ന് ട്രേയിലെ മഞ്ഞ ലോഹത്തിലേക്ക് തുള്ളി തുള്ളിയായി മെല്ലെ ഇറ്റിച്ചു. ആ മഞ്ഞ നിറമുള്ള കണ്ണുനീർ തുള്ളി ഒന്ന് വിറച്ചു. ഡോക്ടർ പല്ലിൻ്റെ അച്ച് അതിനുള്ളിലേക്ക് ഇറക്കി. അച്ചിലേക്ക് സ്വർണം പൂർണ്ണമായി നിറഞ്ഞപ്പോൾ അദ്ദേഹം അത് അറ്റം വളഞ്ഞ ഫോർക്ക് പോലൊരു ടൂൾ കൊണ്ടെടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചു നോക്കണം, ഡോക്ടർ പറഞ്ഞു. ജോത്സന ഡോക്ടർ ചെയ്യുന്നത് കാണാൻ കട്ടിലിൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു. വൃദ്ധൻ്റെ ഇനിയും ചോര മാഞ്ഞിട്ടില്ലാത്ത പറിച്ചെടുത്ത പല്ലിൻ്റെ വിടവിലേക്ക് ഡോക്ടർ ഫോർക്ക് വെച്ചമർത്തി. വൃദ്ധൻ്റെ ശരീരം ഒന്ന് ഉലഞ്ഞു. മെഡിസിൻ കലർന്ന ഗോൾഡ് ഇനിയും ഉറച്ചിട്ടില്ല. ഉറച്ചു കഴിയുമ്പോൾ ആ അച്ച് തനിയെ ഊർന്നു വരും. മെഡിസിൻ്റെ പ്രത്യേകത മൂലം അത് ഏകദേശം 2 മണിക്കൂർ എടുക്കും. ആ 2 മണിക്കൂറിലാണ് നമ്മുടെ ബാക്കി പണി, ഡോക്ടർ പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് ബെല്ലടിച്ചു. നേഴ്സ് അകത്തേക്ക് വന്നു. ഷേപ്പിംഗ് ടൂൾസ്, ഡോക്ടർ നിർദ്ദേശിച്ചു. അവർ ഒരു അലമാര തുറന്ന് മറ്റൊരു ടൂൾ സെറ്റ് എടുത്തുകൊണ്ടുവന്നു. ഇതൊക്കെ നോക്കി വച്ചോണം, ഇനി മുതൽ ഇതൊക്കെ നിന്റെ പണിയാ, നേഴ്സ് അവളോട് പറഞ്ഞു. ജോത്സനയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും മേശയിലിരുന്ന അല്പം മുമ്പ് ഒപ്പിട്ട കോൺട്രാക്റ്റ് കടലാസുകൾ അവളെ നിശബ്ദയാക്കി. അടുത്ത 2 മണിക്കൂർ കൊണ്ട് ഡോക്ടർ ആ സ്വർണ്ണപ്പല്ലിൻ്റെ ആകൃതി ശരിയാക്കുന്നത് നോക്കി അവൾ പഠിച്ചു. അതിനുശേഷം ഡോക്ടർ അവൾക്ക് ടൂൾ നൽകി അവളെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അത്രയും നേരം രോഗി മയക്കത്തിലായിരുന്നു. ഇനി അയാളെ ഉണർത്താം, ഒടുവിൽ ഡോക്ടർ പറഞ്ഞു. അയാൾ വൃദ്ധൻ്റെ കൈത്തണ്ടയിൽ ഒരു ഇഞ്ചക്ഷൻ നൽകി. ജോത്സന കുറച്ച് മാറി നിന്നോ, അയാൾ ഉണരുമ്പോൾ അടുത്ത് നിൽക്കണ്ട, ഡോക്ടർ അവളോട് പറഞ്ഞു. ഡോക്ടർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല.
എങ്കിലും അവൾ കട്ടിലിൻ്റെ അരികിൽ നിന്ന് കുറച്ചു മാറി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞു. വൃദ്ധൻ ഇപ്പോഴും മയക്കത്തിലാണ്. അയാളുടെ കടവായിൽ ഇപ്പോഴും ചോര ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് കട്ടിലിൽ കിടന്ന വൃദ്ധൻ ചാടി എണീറ്റു. അയാളുടെ കണ്ണുകൾ മുറിയാകെ ഒന്ന് പരതി. ഒടുവിൽ ജ്യോത്സനയുടെ മുഖത്ത് തറച്ചു നിന്നു. പെണ്ണ്, പെണ്ണ്! മുരണ്ടുകൊണ്ട് വൃദ്ധൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഡോക്ടറും നഴ്സും കൂടി തടഞ്ഞതുകൊണ്ട് അവളുടെ അടുത്തെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവർ ശ്രമപ്പെട്ട് അയാളെ വീണ്ടും കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ലേ ഇത്ര ഡോസ് വേണ്ടിയിരുന്നില്ലെന്ന്, നഴ്സ് ചോദിച്ചു. ഡോക്ടർ അത് ശ്രദ്ധിക്കാതെ ട്യൂസർ ഉപയോഗിച്ച് വൃദ്ധൻ്റെ സ്വർണ്ണപ്പല്ല് പരിശോധിക്കുകയായിരുന്നു. ബൾബിൻ്റെ പ്രകാശത്തിൽ ആ പല്ലിന് ജീവൻ വച്ചതുപോലെ ജ്യോത്സനയ്ക്ക് തോന്നി. വൃദ്ധൻ്റെ തുറന്നിരുന്ന കണ്ണുകൾ അപ്പോഴും അവളിലായിരുന്നു. ഇത്രയും ഡോസ് വേണം, ഡോക്ടർ വൃദ്ധൻ്റെ വാ അടച്ചതിനു ശേഷം പറഞ്ഞു. ഗോൾഡിൻ്റെ അളവ് കൂടുതലാണ്. മെഡിസിൻ ബ്ലഡിൽ കലരാൻ താമസിക്കും, ഡോക്ടർ പറഞ്ഞു. നഴ്സ് മനസ്സിലായെന്ന് തലയാട്ടി. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വൃദ്ധൻ കണ്ണു തുറന്നു. ഇപ്പോൾ അയാളുടെ നോട്ടവും ഭാവവും സാധാരണ നിലയിലെത്തി. ഡോക്ടർ അയാളെ മെല്ലെ എഴുന്നേൽപ്പിച്ചു. എങ്ങനെയുണ്ട്, ഡോക്ടർ ചോദിച്ചു. ഒന്നുകൂടി ജനിച്ചതുപോലെ, യൗവനം തിരിച്ചു വന്നതുപോലെ, അയാൾ പറഞ്ഞു. ഡോക്ടർ നോട്ട് പാഡിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി. ഇത് ഒരാഴ്ച കഴിക്കണം, അതിനുശേഷമേ പുറത്തിറങ്ങാവൂ, അയാൾ വൃദ്ധനോട് പറഞ്ഞു. അയാൾ ആയാസം കൂടാതെ എഴുന്നേറ്റു. പിന്നെ ഡോക്ടർ നൽകിയ കുറിപ്പ് പോക്കറ്റിൽ ഇട്ടു. എനിക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ടല്ലേ, അയാൾ ഡോക്ടറോട് ചോദിച്ചു. അടർത്തി തിന്നാവുന്ന ഓറഞ്ച് അല്ലികളാണ് നിങ്ങളുടെ ഇനിയുള്ള നാളുകൾ, ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് വൃദ്ധനോട് പറഞ്ഞു. പോകുന്നതിനു മുമ്പേ വൃദ്ധൻ ഡോക്ടറെ ആശ്ലേഷിച്ചു. ജ്യോത്സനയെയും നഴ്സിനെയും നോക്കി കൈകൂപ്പി. നഴ്സ് വൃദ്ധനെയും കൂട്ടി പുറത്തേക്ക് പോയി. ഡോക്ടറിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അദ്ദേഹം രക്തം പുരണ്ട ഗ്ലൗസ് ഊരിവച്ചതിന് ശേഷം മുഖം കഴുകി വന്നു. ഇനി മുതൽ ജ്യോത്സനയ്ക്കാണ് ഇവിടുത്തെ ചാർജ്. പക്ഷേ ഡോക്ടർ, എനിക്ക് എല്ലാ കാര്യങ്ങളും നഴ്സ് പഠിപ്പിക്കും. ജ്യോത്സന ഒന്നും പേടിക്കേണ്ട. ഡോക്ടർ, എനിക്ക് ആ നഴ്സിനെ സഹിക്കാൻ കഴിയുന്നില്ല. അവർ ഡോക്ടറും ഞാൻ അവരുടെ അടിമയുമാണെന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം, ജ്യോത്സന തുറന്നു പറഞ്ഞു. ഡോക്ടർ അവളുടെ മുഖത്തേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. സ്വർണ്ണപ്പല്ലിൽ ചേർക്കുന്ന ആ നീല നിറമുള്ള മരുന്ന്, അത് അവരാണ് ഉണ്ടാക്കുന്നത്. ഈ ഞാൻ പോലും അവരുടെ അടിമയാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ട് ജ്യോത്സന ഞെട്ടി. ശരിക്കും ആ നീല മരുന്ന് അതെന്തിനാണ്, അവൾ ചോദിച്ചു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു മാതള നാരകത്തിൻ്റെ മധുരമുണ്ടെന്ന് തലച്ചോറിനെ ബോധ്യപ്പെടുത്തുന്ന മരുന്ന്. മുറിയിലേക്ക് കയറി വന്ന നേഴ്സാണ് അതിന് മറുപടി പറഞ്ഞത്. ഡോക്ടർ പോയതിനു ശേഷം നേഴ്സ് അവളുടെ അടുത്തേക്ക് വന്നു. അവർ അവളുടെ തോളിൽ കൈവച്ചു. ഒരു കുട്ട ചാരം ദേഹത്ത് വീണതുപോലെ ജ്യോത്സനയ്ക്ക് തോന്നി. നിന്നെ ഞാൻ എല്ലാം പഠിപ്പിക്കും, അവർ പറഞ്ഞു. ജ്യോത്സന അവരുടെ സ്പർശത്തിൽ നിന്ന് അകന്നു മാറി. അങ്ങനെയാണ് ക്ലിനിക്കിലെ ജ്യോത്സനയുടെ നാളുകൾ തുടങ്ങിയത്. ഇടയ്ക്കിടെ വൃദ്ധന്മാർ അവരുടെ ക്ലിനിക്കിലെത്തും. ദിവസങ്ങൾ കഴിയവേ സ്വർണ്ണപ്പല്ല് ഡിസൈൻ ചെയ്യുവാനും അത് പിടിപ്പിക്കാനും അവൾ പഠിച്ചു. എന്നാൽ ആ സ്വർണ്ണപ്പല്ലിനുള്ളിൽ ചേർക്കുന്ന വിചിത്ര മരുന്ന്, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വൃദ്ധന്മാരിൽ ഉണ്ടാകുന്ന വിചിത്രമായ മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല. നേഴ്സിൻ്റെ മുറിക്കുള്ളിലൂടെ വേണം മരുന്നുണ്ടാക്കുന്ന ലാബിലേക്ക് കയറാൻ. ആ ഭാഗത്ത് അവൾക്ക് പ്രവേശനമില്ലായിരുന്നു. രാത്രികാലങ്ങളിൽ കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ നിന്ന് സ്ത്രീകളുടെ ശബ്ദം അവൾ കേട്ടു. പക്ഷേ ആരെയും പുറത്തു കണ്ടില്ല. ചെന്നായയുടെ കണ്ണുകൾ പോലെ നേഴ്സിൻ്റെ സാന്നിധ്യം സദാസമയവും അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി നേഴ്സ് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവൾ കണ്ടു. രാത്രി വൈകിയാണ് അവർ തിരിച്ചു വന്നത്. അവരുടെ ദേഹത്ത് മണ്ണും ചെളിയും പുരണ്ട് ആകെ അലങ്കോലമായിരുന്നു.
ജോത്സന അവർ പോയതും വന്നതും രഹസ്യമായാണ് നിരീക്ഷിച്ചത്. പിന്നീട് പല രാത്രികളിലും ജോത്സന ആ പോക്ക് രഹസ്യമായി ശ്രദ്ധിച്ചു. രാത്രിയിൽ പുറത്തുപോയി തിരികെ വന്നാൽ നേഴ്സ് വെട്ടിയിട്ടതുപോലെ ഉറങ്ങും. പിറ്റേന്ന് വളരെ വൈകിയാണ് അവർ ഉണരുന്നത്. എങ്ങോട്ടാണ് അവർ രാത്രി പോകുന്നത്? അവൾക്ക് സംശയം തോന്നി. നേഴ്സിന്റെ രാത്രിയാത്ര ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ജോത്സന അവരെ പിന്തുടർന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിന്നിലെ വിജനമായ സ്ഥലത്തേക്കാണ് നേഴ്സ് പോകുന്നത്. ജോത്സന ഒട്ടും ഒച്ചയുണ്ടാക്കാതെ അവരുടെ പിന്നാലെ നീങ്ങി. ചുടുകട്ടകൾ കൊണ്ടുണ്ടാക്കിയ മതിലിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞിരുന്നു. തകർന്നു കിടക്കുന്ന മതിലിന്റെ വിടവിൽ ചവിട്ടി അവർ അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് അവർ നിന്നു. പിന്നെ ജോത്സന നിന്ന ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു മരത്തിന്റെ മറവിലേക്ക് മാറിയതുകൊണ്ട് ജോത്സന അവരുടെ കണ്ണിൽ പെട്ടില്ല. ഇപ്പോൾ താൻ പിടിക്കപ്പെട്ടേനെ. ജോത്സനയുടെ ചങ്കിടിച്ചു. അവർക്ക് ആരോ പിന്തുടരുന്നു എന്ന സംശയം ഉണ്ടായിട്ടുണ്ടാവും. അവർ മതിലിന്റെ വിടവിലൂടെ അകത്തേക്ക് കയറിപ്പോയപ്പോഴാണ് അവളുടെ ശ്വാസം നേരെ വീണത്. പിന്നെയും അവരുടെ പിന്നാലെ പോകാൻ അവൾക്ക് ധൈര്യം വന്നില്ല. അവൾ ക്ലിനിക്കിലെ തൻ്റെ മുറിയിൽ തിരികെ എത്തി. ഭയം കാരണം അവൾക്ക് ഉറക്കം വന്നില്ല. എങ്കിലും ഭയത്തിനും അപ്പുറം മറ്റെന്തോ തന്നെ ഭരിക്കാൻ തുടങ്ങിയത് അവൾ അറിഞ്ഞു. ഒരുതരം ജിജ്ഞാസ. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നേഴ്സ് തിരികെ വന്നത് ജോത്സന അറിഞ്ഞു. അവൾക്ക് ഉറക്കം വന്നില്ല. മുകളിലത്തെ നിലകളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ചിരി കേട്ടതുപോലെ അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് പതുക്കെ പുറത്തേക്കിറങ്ങി. പെട്ടെന്നാണ് അവൾ അത് ശ്രദ്ധിച്ചത്. നേഴ്സിന്റെ മുറിയുടെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അകത്തുനിന്ന് പൂട്ടിയിട്ടില്ല. ഒരു നിമിഷം സംശയിച്ച ശേഷം ജോത്സന അവരുടെ മുറിക്കുള്ളിലേക്ക് കയറി. ചളി പിടിച്ച വസ്ത്രങ്ങൾ മാറ്റുക പോലും ചെയ്യാതെ അവർ നല്ല ഉറക്കത്തിലാണ്. അവരുടെ മുറിയിൽ കൂടി വേണം ലാബിലേക്ക് കയറാൻ. ശബ്ദമുണ്ടാക്കാതെ അവരുടെ കട്ടിലിന്റെ അരികിലൂടെ നടന്ന് ജോത്സന ലാബിനുള്ളിൽ കടന്നു. രക്തനിറമുള്ള രത്നങ്ങൾ ഉരുകിയുരുകി ചോരയുടെ നിറമാകുന്നതും അതിന്റെ നീരാവിയിൽ നിന്ന് നീല നിറമുള്ള തുള്ളികൾ ഒരു സ്ഫടിക കോപ്പയിൽ വീഴുന്നതും അവൾ വിസ്മയത്തോടെ നോക്കി നിന്നു. നീ ഇതിന്റെ കൂട്ടറിയാനാണോ ഇവിടെ വന്നത്? പിറകിൽ നിന്ന് നേഴ്സിന്റെ സ്വരം. അവരുടെ ചൂട് ശ്വാസം അവളുടെ പിൻകഴുത്തിൽ വീണു. അഭിലാഷം, അതൊരു വിഷമാണ്. ശവക്കുഴിയിൽ അവസാനത്തെ തരി മണ്ണ് വീഴാൻ കാത്തു നിൽക്കുമ്പോഴും പുരുഷനിൽ അതുണ്ടാവും. എന്നാൽ വയസ്സാകുമ്പോൾ കെൽപ്പില്ലാത്ത ശരീരവും തീവ്രമായ അഭിലാഷവും തമ്മിൽ ഒരു വിടവുണ്ടാവും. ആ വിടവിൽ നമ്മൾ ഒരു സ്വർണ്ണ പല്ലു വയ്ക്കും, അവർ അവളുടെ കാതിൽ പറഞ്ഞു. ജോത്സന വീർപ്പടക്കി നിന്നു. ഭയം കാരണം അവളുടെ രോമങ്ങൾ എഴുന്നു. നിന്നെ ഞാൻ ഇതെല്ലാം പഠിപ്പിക്കാം. പക്ഷേ ഈ സ്വർണ്ണപ്പല്ല് പുരുഷന്മാർക്ക് മാത്രമേ പറ്റൂ. എന്നെപ്പോലെയുള്ള വൃദ്ധകൾക്ക് ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നീ എൻ്റെ സ്വർണ്ണപ്പല്ലാണ്. അവർ അവളുടെ മുഖം ബലമായി തൻ്റെ നേരെ തിരിച്ചു. ചുംബിക്കാനായി ആഞ്ഞു. ജോത്സന അവരെ ആഞ്ഞു തള്ളി. വീഴ്ചയിൽ നീല നിറമുള്ള മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ടേബിൾ മറിഞ്ഞു. മേശയിലിരുന്ന സ്ഫടികക്കോപ്പ അവരുടെ മുഖത്തേക്ക് വീണുടഞ്ഞു. നേഴ്സ് ഉറക്കി നിലവിളിച്ചു. ജോത്സന ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. ആ കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങവേ മുകൾ നിലയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. അവൾ 3-ാം നിലയിലേക്ക് ഓടിക്കയറി. 3-ാം നിലയിലെ ഹാളിന്റെ അടഞ്ഞുകിടന്ന വാതിൽക്കൽ അവൾ ഒരു നിമിഷം നിന്നു. പിന്നെ അത് ചവിട്ടി തുറന്നു. അരണ്ട വെളിച്ചത്തിൽ ഒരു ആശുപത്രി വാർഡ് പോലെ നീണ്ടു കിടക്കുന്ന ഹാൾ. നിരന്നു കിടന്ന കട്ടിലുകളിൽ പെൺകുട്ടികളെ ഭോഗിക്കുന്ന മുഖംമൂടി ധരിച്ച വൃദ്ധശരീരങ്ങൾ അവളെ കണ്ട് നിശ്ചലമായി. പൊടുന്നനെ ഹാളിലെ വെളിച്ചം പോയി ഇരുട്ട് പരന്നു. ഡോക്ടർ, നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇരുട്ടിൽ നിന്ന് ഒരു വൃദ്ധന്റെ ശബ്ദം പ്രതിധ്വനിച്ചു. ഒരു വൃദ്ധന്റെ ചിരി ആദ്യമുയർന്നു, പിന്നെ മറ്റു വൃദ്ധന്മാരുടെയും. അട്ടഹാസത്തിനിടെ ഇരുട്ടിൽ മുഖംമൂടികൾക്ക് കീഴിൽ അവരുടെ സ്വർണ്ണപ്പല്ലുകൾ വെട്ടിത്തിളങ്ങുന്നത് അവൾ വെറുപ്പോടെ നോക്കി നിന്നു. ആ സ്വർണ്ണപ്പല്ലുകൾ തൻ്റെ നേർക്ക് വരുന്നത് കണ്ട അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പരമാവധി ദൂരേക്ക്. അവളുടെ ഉള്ളിൽ നിന്ന് ആരോ നിലവിളിച്ചു. നേഴ്സ് ഇരുട്ടിൽ കയറിയിറങ്ങിയ ഇടിഞ്ഞു പൊളിഞ്ഞ മതിൽ കടന്ന് അവൾ ഓടി.
ഇരുട്ടിൽ അവിടവിടെ മൺകൂനകൾ ഉയർന്നു നിൽക്കുന്നത് കണ്ടെങ്കിലും അവൾക്ക് ചിന്തിക്കാൻ നേരമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓട്ടത്തിൽ കാല് തെറ്റി അവൾ ഒരു കുഴിയിലേക്ക് വീണു. വീഴ്ചയിൽ എന്തോ ഒന്ന് അവളുടെ പുറത്തു തട്ടി. ഉരുണ്ട് പിരണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അതൊരു ശവശരീരമാണ്. പെട്ടെന്ന് മുകളിൽ നിന്ന് ആ ശവത്തിന്റെ ശിരസിലേക്ക് മഞ്ഞ വെളിച്ചം വീണു. ശവത്തിന്റെ മുഖം ഇരുട്ടിൽ തെളിഞ്ഞു. അതൊരു വൃദ്ധന്റെ മുഖമായിരുന്നു. അവൾക്കൊരിക്കലും മറക്കാനാകാത്ത മുഖമായിരുന്നു അത്. അവൾ ആദ്യമായി സ്വർണ്ണപ്പല്ലു വച്ച വൃദ്ധന്റെ മുഖം. അതിൻ്റെ വാ തുറന്നു തന്നെയിരുന്നു. മുൻവരിയിൽ സ്വർണ്ണപ്പല്ലു വെച്ച ഭാഗം ശൂന്യമായിരുന്നു. അവൾ മുകളിലേക്ക് നോക്കി. കുഴിമാടത്തിന്റെ മുകളിൽ നിന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ നഴ്സ് അവളെ നോക്കി പുഞ്ചിരിച്ചു. മാതള നാരകത്തിന്റെ അല്ലികൾ തിന്നുന്നതിനിടയിൽ വിഷം തീണ്ടി മരിച്ചവരുടെ സെമിത്തേരിയാണിത്. അങ്ങനെ കൊഴിയുന്ന സ്വർണ്ണപ്പല്ലുകൾ ശേഖരിച്ച് നാം വീണ്ടും സ്വർണ്ണപ്പല്ലുകൾ ഉണ്ടാക്കും. പുരുഷൻ ഉള്ളിടത്തോളം നമുക്ക് രോഗികൾ കുറയില്ല. ഇപ്പോൾ അവർക്ക് ഒരു മാലാഖയുടെ ഛായയുണ്ടെന്ന് ജോത്സനയ്ക്ക് തോന്നി.